മെയ് 1 തൊഴിലാളികൾക്കായി ഒരു ദിനം കൂടി. ലേബർ കിസാൻ പാർട്ടി ഓഫ് ഹിന്ദുസ്ഥാൻ മുൻകൈയെടുത്ത് 1923 മെയ് 1 തൊഴിലാളി ദിനം ചെന്നൈയിൽ ആദ്യമായി ഇന്ത്യയിൽ ആരംഭിച്ചത്. 102 വർഷമായി നമ്മുടെ രാജ്യത്ത് കടന്നു പോകുന്ന ഓരോ മെയ് ദിനത്തിനും പൗരന്മാർക്ക് നൽകുവാൻ ഓരോ സന്ദേശമുണ്ട്. സാമൂഹ്യ നീതിയും മാന്യമായ ജോലിയും, ഒപ്പം തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും. 2025 ഈ വിഷയത്തിൽ നാം എത്തി നിൽക്കുമ്പോൾ തൊഴിലാളി വളരെയേറെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവകാശങ്ങൾ, ആനുകൂല്യങ്ങൾ, തൊഴിൽ സ്വാതന്ത്ര്യം, ശമ്പള പരിഷ്കരണം എന്നിവയിൽ വളരെയേറെ നാം അഭിവൃദ്ധി കൈവരിച്ചിരിക്കുന്നു. വിവിധ തൊഴിൽ യൂണിയനുകൾ, തൊഴിൽ അസോസിയേഷനുകൾ കൊണ്ട് സമ്പന്നമായ രാജ്യം എത്ര കണ്ട് സാമൂഹ്യനീതിയും തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും ഉറപ്പാക്കും. മാന്യമായ ജോലിയും സംസ്കാരവും വാഗ്ദാനം ചെയ്യും. ഉപഭോക്തൃ സാധനങ്ങളുടെ കുത്തനെയുള്ള വിലക്കയറ്റവും വർദ്ധിച്ചു വരുന്ന ചെലവുകളേറിയ ആരോഗ്യരംഗവും കുതിച്ചുയരുന്ന ദിനം പ്രതിയുള്ള ജീവിത ചെലവുകളും ശരാശരി തൊഴിലാളിയുടെ വേതനം തികയാതെ വരുന്നു എന്ന് പറയാം. പുറമെ നിന്ന് നോക്കുമ്പോഴും ഭരണാധികാരികൾ പറയുമ്പോഴും ഭരണ സംവിധാനങ്ങൾ ഫലപ്രദമായി തോന്നാമെങ്കിലും പുരോഗതിയുടെ പാതയിലേക്ക് നീങ്ങാതെ താളം തെറ്റലുകൾക്കും താളപ്പിഴവുകൾക്കും കാരണമായി ഇവയൊക്കെ വഴിതെറ്റിപ്പോകുന്ന കാഴ്ച കാണുവാൻ നമുക്ക് പലപ്പോഴും സാധിക്കാറുണ്ട്. ഇടിമുഴക്കം നല്ലതാണ്, ഇടിമുഴക്കം അത്ഭുതകരമാണ്, പക്ഷെ മിന്നലാണ് ജോലി ചെയ്യുന്നത്. മാർട്ടിൻ. ഓരോ കാലങ്ങൾ മാഞ്ഞ് പുതിയവ വന്നു ചേരുമ്പോൾ പുരോഗതിക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ പ്രകടമാകുന്നത് സ്വാഭാവികമാണ്. അവയെ തടസ്സങ്ങൾ കൊണ്ട് നീട്ടിക്കൊണ്ടു പോകാതെ ഭാവി ഉൾക്കൊണ്ട് ശരിയായ ദിശയിൽ ക്രമീകരിക്കുമ്പോഴാണ് രാജ്യം വർണ്ണപ്രഭയിലേക്ക് നീങ്ങുന്നത്. ഒരു യന്ത്രത്തിന് 50 സാധാരണക്കാരുടെ ജോലി ചെയ്യുവാൻ കഴിയും. ഒരു യന്ത്രത്തിനും ഒരു അസാധാരണ മനുഷ്യൻ്റെ ജോലി ചെയ്യുവാൻ കഴിയില്ല. ഡാനിയൽ വെബ്സ്റ്റർ. ഒരു വ്യക്തിയുടെ കഴിവിൽ വിദ്യാഭ്യാസവും പരിചയസമ്പത്തും കൂടി കലരുമ്പോഴാണ് ആ വ്യക്തി തൊഴിലിൽ ശോഭിക്കുന്നത്. മാന്യമായ തൊഴിൽ ചെയ്യുവാനുള്ള, തൊഴിലിനെ സ്നേഹിക്കുന്ന ആർക്കും അവസരങ്ങൾ ഇക്കാലത്ത് സുലഭമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം ചെയ്യുവാൻ ഒട്ടേറെ പാർട്ട് ടൈം ജോലികൾ ഇന്നിവിടെ ലഭ്യമാണ്. കരാർ അടിസ്ഥാനത്തിലും ഓൺലൈൻ ജോലികളിലും അവസരങ്ങൾ നിരവധിയാണ്. കൃഷി, വ്യവസായം, ആരോഗ്യം, IT മേഖലയിലെ നൂതന ടെക്നോളജിയുടെ കടന്നുവരവ്, സാമ്പത്തിക രംഗങ്ങളുടെ പ്രതീക്ഷകൾ, ഇലക്ട്രിക് വാഹന വിപണി, സുസ്ഥിര ഊർജ വ്യവസായം എന്നിവയിൽ ആധുനിക മാറ്റങ്ങൾ ഭാവിയിൽ വന്നു ചേരുമ്പോൾ തൊഴിൽ മേഖലകൾക്ക് ഇടിവ് സംഭവിക്കാതെ ഫലപ്രദമായ ആഗോള കമ്പോള അവസരങ്ങൾക്ക് രാജ്യം അവസരമൊരുക്കി കഴിവുള്ളവരെ കണ്ടെത്തുവാനുള്ള മാനവ വിഭവശേഷിക്ക് ആക്കം കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ജോൺ ലോക്ക് പറഞ്ഞതുപോലെ എല്ലാറ്റിലും വ്യത്യാസം വരുത്തുന്നത് തീർച്ചയായും അധ്വാനമാണ്. ജോലി ചെയ്യാനുള്ള സന്നദ്ധത, അർപ്പണബോധം, തൊഴിലിലുള്ള പരിജ്ഞാനം എന്നിവയാണ് തൊഴിലാളിയെ കഴിവുള്ളവനാക്കുന്നത്. പ്രതിസന്ധി തളരാതെ മുന്നേറുവാനുള്ള ഒരു വ്യക്തിയുടെ ആത്മശേഷിയും പ്രസരിപ്പും തൊഴിൽ മുന്നേറ്റത്തിന് ആവശ്യമാണ്. കൂട്ടായ തീരുമാനങ്ങളും ടീം വർക്കും തൊഴിലാളിയും തൊഴിലുടമയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. JKV ഇമേജ് കഴിഞ്ഞ 4 വർഷമായി മെയ് 1 ഒരു മികച്ച തൊഴിൽ ഉടമ, ഒരു മികച്ച തൊഴിലാളി എന്ന ആശയത്തെ ഉൾക്കൊണ്ട് ഓരോ വർഷവും ജേതാവിനെ തിരഞ്ഞെടുക്കുന്ന പതിവുണ്ട്. ബെസ്റ്റ് എംപ്ലോയർ ഈസ് ദ ബെസ്റ്റ് എംപ്ലോയി അവാർഡ് ഈ വർഷം ഈനോക് നെറ്റ്വർക്ക് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ സ്ഥാപകനും മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ വിനോദ് PA എന്ന വിശിഷ്ട വ്യക്തിക്കാണ്. തിരുവല്ലയ്ക്കടുത്ത് കുന്നംപള്ളി തറവാട്ടിൽ പുത്തൻപുരയിൽ സന്തോഷ് ഭവൻ വീട്ടിൽ പരേതനായ റിട്ടയർഡ് DYSP ശ്രീ KR അർജുനപ്പണിക്കരുടെയും PS സുശീലയുടെയും മകനായ ശ്രീ വിനോദ് ചെറുപ്പം മുതലേ സ്വന്തമായൊരു സംരംഭം സ്വപ്നം കണ്ടിരുന്നു. സ്പോർട്സിലും ബോക്സിങ്ങിലും ചാമ്പ്യനായിരുന്ന വിനോദ് പരുമല പമ്പ കോളേജിലെ വിദ്യാഭ്യാസത്തിന് ശേഷം സൈന്യത്തിൽ ടെക്നിക്കൽ വിഭാഗത്തിൽ പരിശീലനത്തിന് ചേർന്നു. ആർമിയിൽ കമ്മ്യൂണിക്കേഷൻ വിങ്ങിൽ 8 വർഷത്തെ സേവനത്തിന് ശേഷം കമ്പ്യൂട്ടറിൽ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിങ്ങിൽ ബിരുദം നേടി ഡൽഹിയിൽ മൊബോട്ടിക്സ് സോഫ്റ്റ്വെയർ കമ്പനിയിൽ ജോലിക്ക് ചേർന്നു. വിവിധ കമ്പനികളുടെ പരിചയസമ്പത്തും
ആർമിയിലെ പരിശീലനത്തിന്റെ ഭാഗമായി ചിട്ടയായ ജീവിതവും വിനോദിൽ ഒരു സംരംഭകത്വം ഏറ്റെടുക്കുവാൻ പ്രേരിപ്പിച്ചു. അതിനായി ബാംഗ്ലൂരിൽ എത്തിച്ചേർന്ന വിനോദ് സ്വന്തമായി ചെറിയ കമ്പനികളുടെ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് കരാറുകൾ ഏറ്റെടുത്തു. ജോലിയോടുള്ള ആത്മാർത്ഥതയും കൃത്യമായ സർവീസും വഴി വലിയ കമ്പനികളുടെ ഓർഡറുകൾ ലഭിക്കുവാൻ തുടങ്ങി. 2 ജോലിക്കാരിൽ തുടങ്ങിയ സ്ഥാപനം ഇന്ന് നിരവധി ജോലിക്കാരിലൂടെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ വേരുകൾ ഉറപ്പിച്ചിരിക്കുന്നു. ബാംഗ്ലൂരിൽ വൈറ്റ് ഫീൽഡിൽ സ്വന്തമായി ഓഫീസുള്ള വിനോദിൽ പ്രകടമാകുന്നത് ടീം വർക്കിലൂടെയുള്ള വിജയമാണ്. ഓരോ തൊഴിലിനും പ്രത്യേക രീതികളും സ്വഭാവ സവിശേഷതകളുമുണ്ട്. അവ അറിഞ്ഞ് നാം ഡ്രൈവ് ചെയ്താൽ തൊഴിൽ ചെയ്യുന്നത് ആത്മസംതൃപ്തി നൽകുന്നു എന്നാണ് ശ്രീ വിനോദിൻ്റെ കാഴ്ചപ്പാട്. പ്രശ്നങ്ങളില്ലാതെ തൊഴിൽ മേഖലകളില്ല. പ്രശ്നങ്ങളിലൂടെ കടന്നു ചെന്ന് അവ സ്മൂത്തായി സോൾവ് ചെയ്യുക എന്ന ദൗത്യം സംരംഭകനിലാണ് പ്രകടമാകേണ്ടത്. JKV ഇമേജിൻ്റെ അവാർഡ് കിട്ടിയതിൽ അതിയായ സന്തോഷം. എൻ്റെ പേര് വിനോദ്. ഞാൻ ബാംഗ്ലൂർ സെറ്റിലാണ്. എൻ്റെ കമ്പനിയുടെ പേര് ഇനോക്ക് നെറ്റ്വർക്ക് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇനോക്ക് എന്ന് പറയുന്നത് ഗ്രീക്കിൽ അതിന് ഡെഡിക്കേഷൻ എന്നാണ് മീൻ ചെയ്തത്. അപ്പം എന്തുകൊണ്ടും നമ്മുടെ സർവീസ് ഓറിയൻറ്റഡ് ആയതുകൊണ്ട് നമ്മൾ ഡെഡിക്കേഷൻ എന്നുള്ള കാര്യം പ്രിഫർ ചെയ്തു. അതിനുപരിയായിട്ട് അത് ബിബ്ലിക്കൽ വേർഡ് കൂടിയാണ് ഇനോക്ക്. ഹാനോക്ക് എന്നുള്ള ഇതാണ് ഇനോക്ക് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പേര് ചൂസ് ചെയ്യാൻ കാരണം. നമ്മുടെ IT ഇൻഫ്രാസ്ട്രക്ചർ സൊല്യൂഷനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനകത്ത് IT സെക്യൂരിറ്റി, IT കേബിളിംഗ്, ഫൈബർ ഒപ്റ്റിക് കണക്ടിവിറ്റി, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ്, AMC മെയിൻ്റനൻസ് സർവീസസ് ഇതെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വളരെ ഇൻഡിവിജ്വലായിട്ട് അപ്രോച്ച് ചെയ്ത് കഴിയുമ്പം നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇൻഡിവിജ്വലായിട്ട് കാണും. കമ്പനികൾ ഇൻഡിവിജ്വൽ ഞാൻ തന്നെ സർവീസ് ചെയ്യും, ഞാൻ തന്നെ ബില്ല് കൊടുക്കും, ഞാൻ തന്നെ എല്ലാം ചെയ്യും. അപ്പോൾ അവർ 1 മാൻ ആർമിയായിട്ട് കാണും. ഈ 1 മാൻ ആർമിയായിട്ട് കണ്ടു കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പ്രൊജക്ട്സുകൾ ഒരു ലിമിറ്റഡ് പ്രൊജക്ട്സ് തരും. അത് എനിക്ക് അനുഭവമുണ്ട്. അതുകൊണ്ട് എനിക്കൊരു വലിയൊരു വർക്കുണ്ട്, അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അന്നേരമാണ് ഞാനത് മനസ്സിലാക്കി ഞാനൊരു 1 മാൻ ആർമിയാണ്. പിന്നീട് ഞാനത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഈ അക്കൗണ്ട് ടീം സെപ്പറേറ്റ്, പ്രൊജക്റ്റ് ടീം സെപ്പറേറ്റ്, അതുപോലെ എല്ലാത്തിനും സെപ്പറേറ്റ് ആൾക്കാർ. ഇതാണ് ടീം വർക്കും. പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ബാംഗ്ലൂർ മാത്രം ഫോക്കസ് ചെയ്തു. അതിൻ്റെ തന്നെ ബ്രാഞ്ചുകൾ പല സിറ്റീസിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അവിടെ അപ്രോച്ച് ചെയ്തുകൂടാ? അങ്ങനെ ഞാൻ പതിയെ 2-3 പേരെ ഞാൻ പല സ്ഥലങ്ങളിലിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ആ സെയിം കമ്പനിയുടെ വർക്കുകൾ എടുക്കാൻ തുടങ്ങി. അങ്ങനെ അവർക്ക് പ്രസൻസ് പാൻ ഇന്ത്യ പ്രസൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേനും അവർക്ക് ബിസിനസ് ആയിരുന്നു. ഇതൊരു ഫാക്റ്റാണ്. അപ്പം ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഒരു കമ്പനി യെസ് ബാങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ യെസ് ബാങ്ക് കിട്ടി നമ്മൾ പല മെട്രോയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടൊക്കെ അറിഞ്ഞാൽ അടുത്ത ബാങ്ക് നമ്മളെ അപ്രോച്ച് ചെയ്യും. പക്ഷെ അത് തന്നെ നോർമലി അങ്ങനെ തന്നെ വന്നു. യെസ് ബാങ്ക്, HDFC ബാങ്ക്, ടാറ്റ ലൈഫ് ഇൻഷുറൻസ്, ഇങ്ങനെയുള്ള കമ്പനികളെല്ലാം നമ്മളെ അപ്രോച്ച് ചെയ്തു. കാരണം നമ്മൾ സർവീസ് എല്ലായിടത്തും നമുക്ക് പ്രസൻസ് ഉണ്ട്. ഇപ്പോൾ ക്ലയൻറ്റിന് നമ്മൾ ട്രസ്റ്റ്ഫുൾ ആണെന്ന് തോന്നിക്കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ബിസിനസ് കൂടും. അതനുസരിച്ച് വേറെ റെഫറൻസും അവർ വഴി തന്നെ നമുക്ക് പുതിയ കസ്റ്റമേഴ്സിനെ തരികയാണ്. നമ്മൾ ഡയറക്റ്റ് ഒരു മാർക്കറ്റിംഗ് ടീം അതിന് വേണ്ടിയിട്ട് പുതിയ മാർക്കറ്റിംഗ് ടീമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വേർഡ് ഓഫ് റെഫറൻസ് വഴിയാണ് പ്രൊജക്ട്സുകൾ കിട്ടുന്നത്. അതിനുപരിയായിട്ട് നമ്മുടെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻസ് ഒരു നിർണായക ഘടകമാണ്. നമ്മൾ ഒരിക്കലും ഹൈ ചാർജ് കസ്റ്റമേഴ്സിൻ്റെ ഈടാക്കുന്നില്ല. ഈ IT ഫീൽഡ് ആയതുകൊണ്ട് പുതിയ ചേഞ്ചസ് നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പ്രിപ്പയർ ആയിരിക്കണം. റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ റിസ്ക് ഉണ്ട്. അതനുസരിച്ച് നമ്മൾ അപ് ടു ഡേറ്റ് ആയിരിക്കണം. കുറേ വർഷം നമ്മൾ ഷർജാപൂരിലായിരുന്നു. അത് റെൻറ്റഡ് പ്രോപ്പർട്ടി ആയിരുന്നു നമ്മുടെ. അത് റെൻറ്റഡ് പ്രോപ്പർട്ടി നല്ല കൊമേഴ്സ്യലി കൂടുതൽ റേറ്റാണ് ബാംഗ്ലൂർ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു സ്വന്തമായിട്ടൊരു സ്ഥലം വേണം. അപ്പോൾ സ്ഥലം 2020 നമ്മൾ മേടിച്ചിട്ട് 2023 കൺസ്ട്രക്ഷൻ തുടങ്ങി. നമ്മുടെ തന്നെ ടവർ വൈറ്റ് ഫീൽഡിൽ. അപ്പം ഏകദേശം 1600 സ്ക്വയർ ഫീറ്റോളം ഉള്ള സ്പേസാണ്. നല്ലൊരു പ്രൈം പ്ലേസാണ്, റോഡ് സൈഡ് തന്നെയാണ്. അപ്പം അവിടെ നമ്മളൊരു ബിൽഡിങ്ങും പണിതു. ഒരു 5 സ്റ്റോറി ബിൽഡിംഗ് ആണ്. അപ്പോൾ ഒരു ഫ്ലോർ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സന്തോഷ് സഞ്ജയ്
ഇവർ ശ്രീ വിനോദിൻ്റെ സഹോദരന്മാരാണ്. വിനോദ് വർഷങ്ങളായി ബാംഗ്ലൂരിലാണ് താമസം. ഭാര്യ ജാലറ്റ് വിനോദിനെ ബിസിനസ്സിൽ സഹായിക്കുന്നുണ്ട്. മക്കളായ അച്ചു എന്ന റേഷ സൂസിൽ വിനോദ് ബ്രിട്ടീഷ് ടെലികോം ഗ്രൂപ്പിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പറും അമ്മു എന്ന റേഫ എൽസ വിനോദ് +2 വിദ്യാർത്ഥിനിയുമാണ്. തികഞ്ഞ ദൈവവിശ്വാസിയ ശ്രീ വിനോദ് വിശ്വാസം പുറമെയല്ല അകമെയാണ് ഉണ്ടാകേണ്ടതെന്നും ഉപദേശത്തേക്കാൾ പ്രവൃത്തിയാണ് വേണ്ടതെന്നുമുള്ള വിവേകം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ നേർമയും ജീവിതത്തിൻ്റെ സുതാര്യതയും സൂചിപ്പിക്കുന്നു. JKV ഇമേജിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ശ്രീ വിനോദിനും കുടുംബത്തിനും ഈനോക് നെറ്റ്വർക്ക്സ് പ്രൈവറ്റ് ലിമിറ്റഡിനും ജോലിക്കാർക്കും നേരുന്നു. ലോകത്തിലെ ഏത് രാജ്യങ്ങൾ നാം എടുത്താലും അവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സംസ്കാര പൈതൃകം ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്തിനുണ്ട്. നാം അതിനെ മുറുകെ പിടിക്കണമെങ്കിൽ ദേശവികാരം ഉണരണം. നാനാത്വത്തിൽ ഏകത്വം പാടിപ്പുകഴ്ത്താനുള്ളതല്ല. ഇന്ത്യ എന്ന വികാരം സിരകളിൽ നിറയണമെങ്കിൽ ദേശസ്നേഹവും നാമെല്ലാം മനുഷ്യരാണ് എന്ന സഹോദര സ്നേഹവും പരസ്പരം ഉണ്ടാകണം. ഓരോ പൗരനും വേണം ആത്മാഭിമാനവും മറ്റുള്ളവരെ അംഗീകരിക്കാനുമുള്ള മനസ്സും. മാറിയാൽ മാത്രമേ മാറ്റം അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ. സ്വയം ഓരോരുത്തരും മാറുമ്പോൾ എല്ലാ രംഗങ്ങളിലും മാറ്റങ്ങൾ കാണുവാൻ സാധിക്കും. മാറ്റം അനിവാര്യമാണ്. തൊഴിൽ ദിനാശംസകൾ. ജോൺ കുര്യൻ, JKV ഇമേജ് പ്രോഗ്രാംസ്.